അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖന്നല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖന്നെ. ഇന്ന് നമുക്കൊരു ഹൈദരാബാദി ബിരിയാണി വെച്ച് കണ്ടാലോ? ബാക്കി എല്ലാ ബിരിയാണി ഞാൻ ഉണ്ടാക്കീനി. മട്ടൻ ആക്കീനി, ബീഫ് ആക്കീനി, ചിക്കൻ ആക്കീനി. അപ്പം ഇതാക്കിയില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കപ്പ് തൈര് ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി പേസ്റ്റാക്കിയത്, പച്ചമുളക് പേസ്റ്റാക്കിയത്, വെളുത്തുള്ളി. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് മല്ലിച്ചപ്പ് കൂടുതൽ ഇടണം, എന്നാൽ നല്ല രസം കിട്ടും ചോറിന്. പുതിനയില, പിന്നെ നമുക്ക് 2 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം. നല്ല രസമാണ്. നമുക്ക് കയ്യോടെ തന്നെ നമുക്കിത് നന്നായി ഒന്ന് പെരക്കാം. തൈരും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടിയിട്ട്. ചിക്കൻ 2 കിലോ ചിക്കനാണിത്. നന്നായി ഒന്ന് പെരക്കി നമുക്കിത് അടച്ച് വെച്ച് ചെറുതായി തീയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. ചെറുതായി തീയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് ഇടുന്നുണ്ട്. ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. വേവട്ടെ. അങ്ങനെ ചെറുതായി നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്, ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. ചെറുതായി ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു. ഇങ്ങനെ നമ്മളെ മസാല ഇപ്പുറം തീമ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറം അരി തിളപ്പിക്കേണ്ട വെള്ളം വെക്കാം. വെള്ളം വെച്ച് നന്നായി ഇതൊന്ന് തിളക്കട്ടെ. ഇങ്ങനെ നമ്മളെ വെള്ളം നന്നായി തിളച്ച് വെള്ളത്തിലേക്ക് 4 ഏലക്കായി, 2 കറുകപ്പട്ട ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക്, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ജീരകം പൊടിച്ച്, ചെറിയ ജീരകമാണ്, 1 സ്പൂണ് പശുവിന്. നന്നായി തിളക്കട്ടെ. ഉപ്പ് നന്നായി തിളക്കണം. വെള്ളം നന്നായി തിളച്ച് അതിലേക്ക് ഞാനിതാ 1 കിലോ തനിമ അരിയാണിത്. ഏതരിയും വേണമെങ്കിൽ നമുക്ക് ആക്കാം. ഇത് തനിമ അരിയാണ്. പിന്നെ നമുക്ക് നന്നായി ഇളക്കാം. ഒരു 60% ഇത് വെന്താൽ മതി. വെന്തതിന് ശേഷം നമുക്ക് കോരിയിട്ട് മാറ്റാം. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അരി തിളപ്പിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. മാറ്റിയിനി ആ മസാല. അതിലേക്ക് ഞാൻ തിളപ്പിച്ച് ഒരു 1/2 വേവ് വെന്തിരി. അപ്പം തന്നെ നമുക്കിത് കോരിയിട്ടിടാം. മസാലയിലേക്ക് ഇടാം. കറിവേപ്പിട്ട് ഇനി മല്ലിയിലയും ഇട്ട്
ഇനി നമുക്ക് പൊരിച്ച് വെച്ച ഉള്ളി കുറേശ്ശെയായിട്ട് നമുക്ക് ദമ്മിടാം. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇങ്ങനെ ഒഴിക്കാം നമുക്ക്. പിന്നെ റോസ് വാട്ടറും കുറച്ച് കളറും കൂടി ഒഴിച്ചത് ഞാൻ ഇതിലേക്ക് കളറാക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ്, മല്ലിയില, ദമ്മിടുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഏറായിട്ട് ചോറിട്ടതിന് ശേഷം നമുക്ക് കളർ ഇങ്ങനെ ആഡ് ചെയ്യാം. കുറച്ച് കളറേ വേണ്ടൂ. റോസ് വാട്ടർ തന്നെ വേണം. അതിൻ്റെ മേലിലേക്ക് ഉള്ളി പൊരിച്ചതും ഇട്ട് കുറച്ച് കറിവേപ്പും ഇട്ട് മല്ലിയരിയും ഇട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ്, നമ്മുടെ റോസ് വാട്ടറും കളറും, നല്ല രസമാണ് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് നല്ല ഈലി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മൂടിയോട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ ചോറ് ഇതാ, ദമ്മിട്ട ചോറ് നല്ല ഇനി റെഡിയായി. ഇനി നമുക്ക് റെഡിയായി. ഇനി നമുക്കിത് വയ്ക്കുന്നത് കാണാം. അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി മക്കളെ. ഇത് ഞങ്ങൾ രണ്ടാളും വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അച്ചാറെല്ലാം ഇതാ നല്ല വയനാട് വരുന്നുണ്ട് അച്ചാർ കാണുമ്പോൾ. വെയിച്ച് നോക്കട്ടെ മക്കളെ. കോയിലെ കാലുണ്ട് കേട്ടോ എനിക്ക്. സൂപ്പർ മക്കളെ, സൂപ്പർ. ഒരു രക്ഷയില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കി ബേസിൽ കമന്റിൽ നമുക്ക് ഇടണം. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.